ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇലക്ട്രിക് സർക്യൂട്ട്സിനകത്ത് സിലബസിൽ പറയുന്ന ടോപ്പിക്സ് ആണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാമേ. അപ്പം ഇനിഷ്യലി സിലബസിനകത്തോട്ട് പോകുന്നതിന് മുന്നേ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനുശേഷം സിലബസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ആദ്യം ഇലക്ട്രിസിറ്റിയുടെ ഫണ്ടമെന്റൽസ് നോക്കാം. അപ്പൊ നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പാർട്ട് ഓഫ് മാറ്റർ അല്ലെങ്കിൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ ആണ് ആറ്റം. ആറ്റത്തില് വി ഹാവ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ അല്ലെ. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്ഡ് ആണ്, ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ് ഒന്നുമില്ല, അപ്പൊ നമുക്ക് ന്യൂട്രൽ പാർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ആറ്റം കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് വിൽ ബി റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോ ഒരു ആറ്റത്തില് പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് വിൽ ബി സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റുമായിരിക്കും സറൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. എപ്പോഴാ ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുന്നത്? പ്രോട്ടോൺസിന്റെ നമ്പറും അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആകുന്ന സമയത്ത് ആറ്റത്തിനെ നമുക്ക് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയാം. ഓക്കെ, ഇനി ഇപ്പം ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ എന്താണ്? ഇലക്ട്രോൺസിന്റെ നമ്പർ കുറയും അല്ലെ. ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടുതലായിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ബോഡിയെ പോസിറ്റീവ്ലി ചാർജ് അല്ലെങ്കിൽ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയാം. അതേസമയം തന്നെ ബോഡിക്ക് ഒത്തിരി ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള, പുറമേ നിന്ന് ഒത്തിരി ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനും പറ്റും. അപ്പൊ പുറമേ നിന്ന് ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും ആ ബോഡിയിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. പ്രോട്ടോൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന്റെ നമ്പർ ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ആ ബോഡിയെ നെഗറ്റീവ്ലി ചാർജ് എന്ന് പറയും. പിന്നെ ലൈക്ക് ചാർജസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യും ആൻഡ് അൺലൈക്ക് ചാർജസ് എപ്പോഴും അട്രാക്ട് ചെയ്യും. അപ്പം ഇത് നമ്മുടെ ബേസിക് ആണ്, ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു ബോഡിയിലുള്ള ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ഒരു ഇംബാലൻസ് വരുമ്പോഴത്തേക്കുമാണ് ഒരു ചാർജ് അവിടെ ഒക്കറാവുന്നത്. ഇപ്പോ ചാർജ് യൂഷ്വലി കൂളൂംസിലാണ് മെഷർ ചെയ്യപ്പെടുന്നത്. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളൂംബാണ്. അപ്പം ഇലക്ട്രിക്കൽ ചാർജിനെ Q എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. യൂഷ്വലി ചാർജ് is represented by means of the letter Q. Q is the charge. അപ്പൊ ചാർജ് is measured in coulomb. ഇനി ഒരു പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 കൂളൂംസ് ആണ്. അപ്പം ഈ വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക. പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 കൂളൂംസ് ആൻഡ് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് -1.602 into 10⁻⁻19 കൂളൂം. അപ്പൊ കൂളൂം എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് ആണ്. 1 കൂളൂം എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? 1 ആംപിയർ ഓഫ് കറണ്ട് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു ചാർജിനെയാണ് 1 കൂളൂം എന്ന് പറയുന്നത്. 1 ആംപിയർ കറണ്ട് 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജ്, അതാണ് 1 കൂളൂം എന്ന് പറയുന്നത്. ആൻഡ് 1 കൂളൂംബിനെ നമുക്ക് എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം? 1 കൂളൂംബ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ ഈ വാല്യൂ 1.602 into 10⁻⁻19. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 6.24 into 10⁻18 ഇലക്ട്രോൺസ് ഓർ പ്രോട്ടോൺസ് എന്ന് കിട്ടും.
ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ ഓർത്ത് വെക്കുക. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് 1 കൂളൂം ഈക്വൽ ടു എത്ര ഇലക്ട്രോൺസ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. സോ 1 കൂളൂമ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസ്. ആൻഡ് ഒരു പ്രോട്ടോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ ചാർജും ആ വാല്യൂവും കൂടെ ഓർത്തു വയ്ക്കുക. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളൂമ്പാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടേം നോക്കാം, വോൾട്ടേജ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിന്റെ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സ് വിച്ച് മേക്സ് ഇലക്ട്രോൺ ടു ഫ്ലോ, അതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഇലക്ട്രിസിറ്റിയെ പുഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പ്രഷർ, അതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ വോൾട്ടേജിനെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം, ഇലക്ട്രിക് പ്രഷർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ടെൻഷൻ എന്നും പറയാം. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വോൾട്ടേജ് റീപ്രസെന്റ് ചെയ്യുന്നത് വി എന്ന ലെറ്റർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ EMF എന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് ഇ എന്നും നമുക്ക് വോൾട്ടേജിനെ റീപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ വോൾട്ടേജിന്റെ പല ഡെഫിനിഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡിഫറൻസ് ഇൻ ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, 2 പോയിന്റ്സിന്റെ നടുവിലുള്ള ആ ഒരു ഡിഫറൻസ് ഇൻ ചാർജ്, അല്ലെങ്കിൽ 2 പോയിന്റിന് അക്രോസ് ആയിട്ടുള്ള ചാർജ് ഡിഫറൻസ്, അതിനെ വോൾട്ടേജ് എന്ന് പറയാം. അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ എ സർക്യൂട്ട്, അതും വോൾട്ടേജിന്റെ ഒരു ഡെഫിനിഷനാണ്. അപ്പൊ ഒരു സർക്യൂട്ടിൽ 2 പോയിന്റ്സ് ഉണ്ടായിരിക്കും. സോ ഈ 2 പോയിന്റ്സിന്റെ അക്രോസ് ആയിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ എനർജി, അതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു പോയിന്റ് ഹയർ പൊട്ടൻഷ്യലിലും മറ്റേ പോയിന്റ് ലോവർ പൊട്ടൻഷ്യലിലുമായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഡിഫറൻസ് ഇൻ ചാർജ് ബിറ്റ്വീൻ ഹയർ ആൻഡ് ലോവർ പൊട്ടൻഷ്യൽ, അതിനെയാണ് വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വർക്ക് ഡൺ വെച്ചിട്ടും നമുക്ക് വോൾട്ടേജിനെ റീപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ്? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്. വോൾട്ടേജിനെ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ പെർ ചാർജ്, അതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വർക്കിന്റെ യൂണിറ്റ് ജൂളും ചാർജിന്റെ യൂണിറ്റ് കൂളൂമ്പുമാണ്. സോ വോൾട്ടേജിനെ 1 വോൾട്ടിനെ നമുക്ക് 1 ജൂൾ പെർ കൂളൂമ്പ് എന്ന് റീപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഓൾട്ടർനേറ്റ് വേസ് ഓഫ് റീപ്രസെന്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ വോൾട്ടേജ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. വർക്കിന്റെ യൂണിറ്റ് ജൂളും ചാർജിന്റെ യൂണിറ്റ് കൂളൂമ്പും ആയതുകൊണ്ട് 1 വോൾട്ടിനെ 1 ജൂൾ പെർ കൂളൂമ്പ് എന്ന് റീപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ് അല്ലെങ്കിൽ അക്രോസ് 2 പോയിന്റ്സ്. ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആവുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോ ആവില്ല, ആ സമയത്തുള്ള കറണ്ട് 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക് കറണ്ട്. ഫ്ലോ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണ്. ഇപ്പൊ നമ്മൾ നോർമലി കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ എപ്പോഴും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ടായിരിക്കും കറണ്ട് ഫ്ലോ വരുന്നത്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഒരു ബാറ്ററി ടെർമിനൽ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലോട്ടാണ് കറണ്ട് ഫ്ലോ വരുന്നത്. ഇനി കറണ്ടിനെ നമുക്ക് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? ചാർജ് പെർ യൂണിറ്റ് ടൈം. കറണ്ട് ഇസ് റിപ്രസെന്റഡ് ആസ് ചാർജ് പെർ യൂണിറ്റ് ടൈം. അതായത് ഒരു സെക്കൻഡിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ആണ് ഒരു കണ്ടക്ടർ വഴി ഫ്ലോ ചെയ്യുന്നത്, അതിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ ഇൻ t സെക്കൻഡ്സ്. ഇതിപ്പോ Q എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ. ആ ചാർജ് പെർ ടൈം പീരിയഡ്, അതിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ചാർജിന്റെ യൂണിറ്റ് എന്താ? നമ്മൾ നേരത്തെ നോക്കി, ചാർജിനെ കൂളൂംബ് എന്ന് എടുക്കാം. ടൈം യൂഷ്വലി നമ്മൾ സെക്കൻഡ്സിലാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. സോ കറണ്ടിന്റെ യൂണിറ്റ് കൂളൂംബ് പെർ സെക്കൻഡ് എന്നും റീപ്രസെന്റ് ചെയ്യാം. നോർമലി നമ്മൾ കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ എന്നാണ് എടുക്കുന്നത്. 1 ആംബിയർ എന്ന് പറയുന്നത് 1 കൂളൂംബ് പെർ സെക്കൻഡ് എന്ന് പറയും. അതായത് 1 കൂളൂംബ് ഓഫ് ചാർജ് 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ് 1 ആംബിയർ കറണ്ട്. ഓക്കെ, അപ്പോ കറണ്ട് നോർമലി കറണ്ടിനെ I എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. യൂണിറ്റ് ആംബിയർ ആണ്. ആംബിയറിനെ കൂളൂംബ് പെർ സെക്കൻഡ് എന്നും റീപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് റെസിസ്റ്റൻസ്. എല്ലാവർക്കും അറിയാം റെസിസ്റ്റൻസ് എന്താണ്. അതായത് ഒരു കണ്ടക്ടറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കണ്ടക്ടറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്ത് പ്രോപ്പർട്ടിയാണ്?
കണ്ടക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ, നോട്ട് ഓൺലി എ കണ്ടക്ടർ, പ്രോപ്പർട്ടി ഓഫ് എനി മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ റെസിസ്റ്റൻസിനെ R എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ഈ ഒരു രീതിയിലാണ്, ഇതാണ് റെസിസ്റ്റൻസിന്റെ representation, diagrammatic representation of resistance. ഇനി എപ്പോഴും നമ്മളിപ്പോ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എപ്പോഴും കണ്ടക്ടറിന്റെ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. റെസിസ്റ്റൻസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, അപ്പോ ഇപ്പം റെസിസ്റ്റൻസ് ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും വെച്ചിട്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: R is proportional to length divided by area of cross section. Okay, length divided by area of cross section. And again നമ്മൾ ലെങ്തിനെയും ഏരിയയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ കണ്ടക്ടറിന്റെ നേച്ചറിനെയും റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ. അപ്പോ factors on which resistance of a conductor depends upon എന്തൊക്കെയാണ്? length of the conductor, area of cross section of the conductor, nature of the conductor and also the temperature. Okay, അപ്പൊ വീണ്ടും ഞാൻ ഈ ഇക്വേഷനിലോട്ട് വരികയാണ്. resistance is proportional to length divided by area of cross section. അല്ലെ, അപ്പൊ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ എലിമിനേറ്റ് ചെയ്തിട്ട് പകരം ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കുകയാണ്, റീപ്ലേസ് ചെയ്യുവാണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ എലിമിനേറ്റ് ചെയ്തിട്ട് അതിന് പകരം ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് റോ. റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി അഥവാ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ. Okay, rho is called as resistivity അല്ലെങ്കിൽ specific resistance of the material. ഇപ്പൊ ഇനി നോക്കിക്കേ, R is equal to rho into L divided by A. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ബേസ്ഡ് ഓൺ ദി എന്താണ് കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ ഫീച്ചേഴ്സ്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോ റോ എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ. എങ്ങനെയാ ഓം മീറ്റർ ആയത്? R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A. ഇതിൽ നിന്ന് റോ ഒന്ന് നോക്കിക്കേ. റോയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? R ഇൻറ്റു A ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. സോ R ഇൻറ്റു A ഡിവൈഡഡ് ബൈ L. ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു A ബൈ L. ഇനി ഓരോന്നിന്റെ യൂണിറ്റ് നോക്കിക്കേ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ഏരിയ യൂഷ്വലി നമ്മൾ എങ്ങനെയാ റീപ്രസെന്റ് ചെയ്യുന്നത്? മീറ്റർ സ്ക്വയറിലാണ് ഏരിയ റീപ്രസെന്റ് ചെയ്യുന്നത്, സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. ആൻഡ് ലെങ്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ അല്ലെ. അപ്പോ ഇവിടെ മേളിൽ മീറ്റർ സ്ക്വയറും താഴെ മീറ്ററും ഉണ്ട്. അപ്പം ഒരു മീറ്ററും ഈ മീറ്ററും ക്യാൻസൽ ആയി പോവും. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ബാക്കി യൂണിറ്റ് എന്താ വരുന്നത്? ഓ മീറ്റർ. സോ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓ മീറ്റർ. സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓ മീറ്റർ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ജസ്റ്റ് ഓം ആണ്. ഓക്കെ, ഇനി ഓംസ് ലോ. ഓംസ് ലോ എന്താ പറയുന്നത്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുമ്പോൾ ഒരു കണ്ടക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, സോ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വയ്ക്കണം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ്സിന്റെ സെന്റൻസ് ഓർത്ത് വയ്ക്കുക. കാരണം ചിലപ്പോ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് എന്നുള്ള രീതിയിൽ 2-3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ട്രൂ ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, 2 ഈസ് ട്രൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറന്റ് ത്രൂ എനി കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ്. ഒരു കണ്ടക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന കറന്റ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷൻ എഴുതാം. വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് എഴുതാം. ഇവിടെയും ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻസേർട്ട് ചെയ്യുവാണ്. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നത്തിങ് ബട്ട്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ എലിമിനേറ്റ് ചെയ്തിട്ട് പകരം നമ്മൾ റെസിസ്റ്റൻസ്, പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഈസ് എലിമിനേറ്റഡ് ബൈ മീൻസ് ഓഫ് എ കോൺസ്റ്റന്റ് R. ഈ R ആണ് റെസിസ്റ്റൻസ് ഓഫ് ദി
കണ്ടക്ടർ. അപ്പോൾ ഇവിടെ V എന്ന് പറയുന്നത് വോൾട്ടേജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അല്ലെങ്കിൽ 2 ends ഓഫ് ദി കണ്ടക്ടർ. I എന്ന് പറയുന്നത് കറന്റ് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ ആൻഡ് R ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. സോ ഓംസ് ലോ ചോദിക്കുവാണെങ്കിൽ ഓംസ് ലോ അനുസരിച്ച് വോൾട്ടേജിന്റെ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു I ബൈ R. ആൻഡ് ഇതിനെ ബേസ് ചെയ്ത് തന്നെ ഈ ഒരു ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ എഴുതാം, റെസിസ്റ്റൻസിന്റെ ഇക്വേഷനും എഴുതാം. കറണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R എന്നും, അല്ലെ, I ഈസ് ഈക്വൽ ടു V ബൈ R എന്നും, അതേപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ ഫോർമുലയും നമുക്ക് എഴുതാം, R ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ I എന്നും എഴുതാം. ഓക്കെ, അപ്പം ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാം, വാല്യൂസ് ഒക്കെ തന്നിട്ട് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. സോ എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഫോർമുലാസും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതാണ് ഓംസ് ലോ. അപ്പം ഓംസ് ലോയുടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ടെമ്പറേച്ചർ ഷുഡ് റിമൈൻ കോൺസ്റ്റന്റ്. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് കറണ്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ അതാണ് ഓംസ് ലോ. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പവർ. Power is nothing but the rate of doing work. Rate of doing work is known as power. Power, നമുക്കറിയാം, it's a product of voltage and current. Power is the product of voltage and current. Okay. അപ്പോ പവറിന്റെ യൂണിറ്റ് യൂഷ്വലി വാട്ട്സിലാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. യൂണിറ്റ് ഓഫ് പവർ ഇസ് വാട്ട്സ് ആൻഡ് ജനറലി നമ്മൾ നോക്കുവാണെങ്കിൽ പവറിനെ P എന്നായിരിക്കും റിപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീറ്റർ വാട്ട് മീറ്റർ. ഓക്കെ, പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീറ്റർ വാട്ട് മീറ്റർ, കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അമ്മീറ്റർ ആൻഡ് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്റർ. അപ്പൊ അതുപോലെ പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് വാട്ട് മീറ്റർ ആണ്. ഇനിയിപ്പോ മോട്ടോഴ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും പവറിനെ ഹോഴ്സ് പവറിലായിരിക്കും റീപ്രസെന്റ് ചെയ്യുന്നത്, വാട്ട്സിലല്ലായിരിക്കും. ജനറലി വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ടിലായിരിക്കും പവറിന്റെ റിപ്രസെന്റേഷൻ. പക്ഷേ മോട്ടോഴ്സും എഞ്ചിൻസും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ പവർ റിപ്രസെന്റ് ചെയ്യുന്നത് HP-യിലാണ്, അതായത് ഹോഴ്സ് പവറിലാണ്, വാട്ട്സിലായിരിക്കില്ല. ഈ ഹോഴ്സ് പവറും വാട്ട്സും തമ്മിലുള്ള ആ ഒരു റിലേഷനും നമുക്കൊന്ന് നോക്കാം. സോ അതിനു മുന്നേ നേരത്തെ നമ്മൾ പറഞ്ഞു പവർ ഇസ് ഈക്വൽ ടു V ഇൻറ്റു I. പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു I. പക്ഷേ ഓംസ് ലോ അനുസരിച്ച് വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അല്ലെ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ആൻഡ് കറണ്ട് എന്താണ്? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. സോ ഈ പവർ ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്, ഇൻ ടേംസ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് പവർ എങ്ങനെ റീപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. P is equal to V into I. പക്ഷേ V എന്താണ്? V is equal to I into R. അപ്പോൾ നമുക്ക് ഈ പവർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വോൾട്ടേജിന് I into R ഇട്ട് കൊടുത്താൽ എങ്ങനെ എഴുതാം? I into R into I. അപ്പൊ രണ്ട് I ഉണ്ട്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? പവർ ഇസ് ഈക്വൽ ടു I സ്ക്വയർ ഇൻറ്റു R. അപ്പൊ കറണ്ടും റെസിസ്റ്റൻസും മാത്രം തന്നിട്ടുണ്ടെങ്കിൽ പവർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ I സ്ക്വയർ ഇൻറ്റു R. അതേസമയം കറണ്ട് ആണുള്ളത്, വോൾട്ടേജും റെസിസ്റ്റൻസുമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെയാണെങ്കിൽ പവർ എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ട് വിൽ ബി P ഡിവൈഡഡ് ബൈ R ആണ്. സോ പവർ എങ്ങനെ എഴുതാം? P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. അപ്പൊ ഐക്ക് പകരമാണ് നമ്മൾ V ബൈ R ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സോ P എങ്ങനെ എഴുതാം? P ഈസ് ഈക്വൽ ടു V ഇൻറ്റു V ഡിവൈഡഡ് ബൈ R, അല്ലെ, V ഇൻറ്റു V ബൈ R. കാരണം I ഈക്വൽ ടു V ബൈ R അല്ലേ. അപ്പൊ V ഇൻറ്റു V എന്താ? V സ്ക്വയർ ബൈ R. So power can be represented as V square divided by R. അപ്പൊ ഇങ്ങനെയായിരിക്കും പവറിന്റെ പല തരത്തിലുള്ള റിപ്രസെന്റേഷൻ, പല ക്വാണ്ടിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിപ്രസെന്റേഷൻ. ഇനി പവറിന്റെ യൂണിറ്റ് വാട്ട് എന്ന് പറഞ്ഞു. 1 വാട്ട് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് ആണ്. 1 ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, 1 വാട്ട് ഈസ് ഓൾസോ ഈക്വൽ ടു 1 ജൂൾ പെർ സെക്കൻഡ്. ഇനി നേരത്തെ പറഞ്ഞു മെഷീൻസ്, അതായത് മോട്ടോഴ്സിനും എൻജിൻസിന്റെയും ഒക്കെ കപ്പാസിറ്റി അല്ലെങ്കിൽ പവറിനെ HP-യിലാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. സോ ആ പവറിനെ നമുക്ക് മെക്കാനിക്കൽ പവർ എന്ന് പറയാം. മെക്കാനിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഹോഴ്സ് പവർ ആണ്, HP ആണ്. ഇനി മെക്കാനിക്കൽ പവറും ഇലക്ട്രിക്കൽ പവറും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഇലക്ട്രിക്കൽ പവറിന്റെ റിപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവറിനെ നമ്മൾ വാട്ടിലും മെക്കാനിക്കൽ പവറിനെ ഹോഴ്സ് പവറിലുമാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇവ തമ്മിലുള്ള റിലേഷൻ നോക്കാം. അതായത് ഹോഴ്സ് പവറിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. BHPയും മെട്രിക് HP, അതായത് ബ്രിട്ടീഷ് ഹോഴ്സ് പവറും മെട്രിക് ഹോഴ്സ് പവറും. ഒരു ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്.
ഓക്കെ, ഒരു ബ്രിട്ടീഷ് ഹോഴ്സ് പവർ BHP, ബ്രിട്ടീഷ് ഹോഴ്സ് പവറിനെ BHP എന്ന് പറയും. ബ്രിട്ടീഷ് ഹോഴ്സ് പവറിനെ BHP 1 BHP എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. അതേസമയം 1 HP എന്ന് പറയുന്നത് 735.5 വാട്ട്സ്. ഓക്കെ, ഒരു BHP എന്ന് പറയുന്നത് 746 വാട്ട്സും ഒരു HP എന്ന് പറയുന്നത്, ഒരു മെട്രിക് HP എന്ന് പറയുന്നത് 735.5 വാട്ടുമാണ്. സോ ഈ രണ്ട് വാല്യൂസും ഒന്ന് ഓർത്ത് വെക്കുക. 1 BHP എത്ര വാട്ട്സ് ആണെന്നുള്ളതൊക്കെ ചോദിക്കാം. ഓക്കെ, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.